പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യൗസേപ്പും മറിയവും യൂദയായിൽ ബെത്ലഹേം എന്നറിയപ്പെട്ടിരുന്ന ദാവീദിന്റെ പട്ടണത്തിലായിരിക്കവേ മറിയത്തിനെ പ്രസവിക്കുവാനുള്ള ദിവസങ്ങൾ തികഞ്ഞു. മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. എന്തെന്നാൽ സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് രാത്രിയിൽ കാവലിരിക്കുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ സമീപത്തെത്തി. കർത്താവിൻ്റെ തേജസ് അവരുടെ ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദേവദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാ സർവ്വജനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് ഒരു ഗണം സ്വർഗീയ സൈന്യങ്ങൾ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൂതന്മാർ സ്വർഗത്തിലേക്ക് മടങ്ങിയപ്പോൾ ഇടയന്മാർ അതിവേഗം പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടന്ന ഉണ്ണിയെയും സന്ദർശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ദിവ്യ പൈതലിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ കുടുംബത്തിന് അങ്ങയുടെ ശാന്തിയും സന്തോഷവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കുടുംബത്തിലുള്ള എല്ലാവരും അനുദിന ജീവിതത്തിൽ പുണ്യപൂർണരാകുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ആത്മീകവും ശാരീരികവുമായ അപകടങ്ങളിലും പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യവംശത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ രക്ഷിച്ച് സ്വർഗത്തിന് അവകാശികളാക്കുവാൻ മനുഷ്യനായി പിറന്ന മിശിഹായെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും ബന്ധങ്ങളും നിർമ്മലവും സ്വർഗീയവുമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബത്തെയും ഈ നാടിനെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. ഹാപ്പി ക്രിസ്മസ്.